ഹലോ വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ക്ലാസ് 10ാം ക്ലാസ്സിലെ ഹിന്ദിയാണ്. ഹിന്ദിയിലെ യൂണിറ്റ് 4 പുതിയ പാഠപുസ്തകം തന്നെയാണ്, ഹിന്ദി ടെക്സ്റ്റ് ബുക്ക്. അതിലെ യൂണിറ്റ് 4ലെ രണ്ടാമത്തെ ചാപ്റ്റർ പൈദൽ ചൽത്താ ഹുവ ആദ്മി, ഒരു കവിതയാണ്. ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പൈദൽ ചൽത്താ ഹുവ ആദ്മി ഒരു കവിതയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പൈദൽ ചൽത്താ ഹുവ ആദ്മി. അപ്പൊ ഇതാണ് ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്നത്. പൈദൽ ചൽത്താ ഹുവ ആദ്മി ഒരു കവിതയാണ്. കവിത നിങ്ങൾ വായിക്കുക. കവിതയുടെ ആസ്വാദനം വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആസ്വാദനം ഞാൻ തരുന്നതായിരിക്കും. അത് വേറൊരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിലത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് പൈദൽ ചലനെ വാല നിരി ക്യൂം ലഗ് രഹാ ഹൈ. ഇതിന്റെ മീനിങ് കാൽനട യാത്രക്കാരൻ പാവമായി തോന്നുന്നത് എന്തുകൊണ്ട്. കാൽനട യാത്രക്കാർ പാവമായി തോന്നുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഉത്തരം. പൈദൽ ചലനെ വാലെ ഹി ജീവൻ മേ സംഘർഷ് കർത്താ ഹൈ, മെഹനത് കർത്താ ഹൈ, ഉसे दूसरों की तरह जीवन में सुविधाएं भी नहीं मिलती, हमेशा गरीब रहने को विवश होता है. ओके, അടുത്ത ചോദ്യം ഹിക്കാരത് സേ ദേഖ്ന കിസ് മനോഭാവ് കി ഓർ സംഗീത് കർത്താ ഹൈ. ഹിക്കാരത് സേ ദേഖ്ന എന്ന് പറഞ്ഞാൽ വെറുപ്പോട് നോക്കുക എന്നുള്ളത്. വെറുപ്പോടെ നോക്കുക എന്നുള്ളത് ഏത് മനോഭാവമാണ് പ്രകടമാക്കുന്നത്? ധനി ലോഗോം കെ മൻ കെ അധികാർ മനോഭാവ് കി സൂചന മിൽത്തി ഹൈ, വേ പൈദൽ ചലനെ വാലോം കോ തുച്ഛ് മാൻതേ ഹൈ. അതായത് കുറച്ച് റിച്ച് ആയിട്ടുള്ള ആളുകൾ, സാധാരണ ആളുകളെ എന്തായിട്ടാ കാണുന്നത്? വളരെ തുച്ഛമായിട്ട്, വളരെ പുച്ഛത്തോട് കൂടിയിട്ടൊക്കെയാണ് കാണുന്നത്. അങ്ങനെ അവരുടെ ഈ പറയുന്ന ധനി ലോകിന്റെ അധികാര മനോഭാവമാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അടുത്ത ചോദ്യം വ ജിസ് ദിൻ ഹോഷ് മേ ആ ജായേഗാ ഉൻകെ സാമ്രാജ്യ ട ജായേഗാ, ഇസ് പർ അപ്ന വിചാർ വ്യക്ത് കരേ. അവർക്ക് എപ്പോഴാണോ അവർ ബോധം വരുന്നത് അപ്പോൾ ഈ സാമ്രാജ്യം തകരും എന്നാണ് പറയണത്. ഈ ഒരു സെന്റൻസിലൂടെ നിങ്ങളുടെ ഒരു അതെന്താണ് എന്നുള്ളത് വ്യക്തമാക്കുക. लोग हमेशा मुनाफा चाहते हैं, माल पैदल चलने वाले ताकतवर है, उनकी अपनी क्षमताएं है, अगर वह मन लगाकर कुछ करे तो धनी. ഇത് ഗനി അല്ല, ധനി എന്നാണ് കേട്ടോ. ഇതാക്കുക. റിച്ച് എന്നുള്ള മീനിങ് തന്നെയാണ്. റിച്ച് പീപ്പിൾസ് ആൻഡ് പുവർ പീപ്പിൾസ്, സാധാരണ ജനങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം. ധനി ലോകവും കി സാമ്രാജ്യ കോ നാശ് ഹോഗ, ദുനിയ കോ അപ്നി ഇച്ഛാനുസാർ ബദൽനെ കി ശക്തി ഉസ്മേ ഹൈ. അപ്പൊ ഈ പറയുന്ന പോലെ തന്നെ സാധാരണ ആളുകൾ എപ്പോ അവർ ബോധത്തോടെ പെരുമാറാൻ തുടങ്ങുന്നുവോ അപ്പോൾ ഈ പറയുന്ന റിച്ച് എന്ന് പറഞ്ഞുള്ള ധനി ആൾക്കാരുടെ സാമ്രാജ്യം തകരും. ഓക്കെ, അപ്പോൾ ഈ ആളുകൾക്ക് എന്തുണ്ട്? അവരുടെ ഇച്ഛാനുസരണം ലോകത്തെ മാറ്റാനുള്ള കഴിവ് ഇവിടെ ഉണ്ട് എന്നാണ് പറയണത് ഓരോ സാധാരണ ആളുകൾക്കും. അത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരുന്നത്. ഇനി നെക്സ്റ്റ് 3 ക്വസ്റ്റ്യൻ അതിന്റെ ആൻസേഴ്സ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നത് കവിത കെ ആധാർ പർ ലിഖേ എന്നാണ്. പൈദൽ ചൽത്താ ഹുവ ആദ്മി കോൻ കോൻ ഹോ സക്താ ഹൈ. കാൽനടയായിട്ട് നടക്കുന്ന ആളുകൾ ആരൊക്കെ ആകാം എന്നാണ് ചോദ്യം. 3 എണ്ണം അവർ തന്നിട്ടുണ്ട്. അനാജ് പൈദാ കർണേ വാല, മകാൻ ബനാനെ വാല, സഫായി കർണേ വാല. കടകള് അതുപോലെ സാധനങ്ങൾ വിൽക്കുന്ന ആളുകള് ഇവരൊക്കെ ആവാം. ക്ലീനിങ് വർക്ക് ചെയ്യുന്ന ആളുകള് ഇതൊക്കെ ആവാം. അതല്ലാതെ ബർദൻ ബനാനെ വാല, പത്തർ തോടനെ വാല, ജൂത്തെ കാ മർമത്ത് കർണേ വാല, ദുക്കാൻ ചലാനെ വാല, സിർ പർ ബോझ ഉഡാനെ വാല. ഇവരൊക്കെ സാധാരണ ആളുകളാണ് കേട്ടോ. വെസൽസ്, പാത്രങ്ങൾ ക്ലീൻ ചെയ്യുന്ന ആളുകള്, അതുപോലെ തന്നെ കല്ല് മരങ്ങളൊക്കെ മുറിക്കുന്ന ആളുകളൊക്കെ കണ്ടിട്ടില്ലേ? കല്ല് പൊട്ടിക്കുന്ന, പാറ പൊട്ടിക്കുന്ന ആളുകൾ ഇവര്. പിന്നെ അതുപോലെ തന്നെ ചെരുപ്പ് കുത്തികള്, അതുപോലെ കടകൾ, സാധാരണ ചെറിയ ചെറിയ കടകൾ നടത്തുന്ന ആളുകൾ, ഇങ്ങനെയുള്ളവരൊക്കെ സാധാരണ ആളുകൾ, പൈദൽ ചലനെ വാലയിൽ പെടുന്ന ആളുകളാണ്. നെക്സ്റ്റ് വരുന്നത് സാമാൻ ആശയ വാലി പങ്ക്തിയാൻ ശുൻകർ ലിഖേ എന്നാണ്. നമുക്ക് 3 സെന്റൻസ് തന്നിട്ടുണ്ട്. ഇതേ ആശയം വരുന്ന വരികൾ എഴുതാനാണ്. നമുക്ക് ഓരോന്നായി നോക്കാം. സചേത് ആം ജൻ മേ സമാജ് കോ ബദൽനെ കി ശക്തി ഹൈ, ആ ഒരു അർത്ഥം വരുന്ന ലൈൻസ് ആണ്. ജിസ് ദിൻ ഹോഷ് മേ ആ ജായേഗാ ഉൻകെ സാമ്രാജ്യ ട ജായേംഗെ. അടുത്തത് कार में बैठने वाले पैदल चलने वालों को ऐसे देखते हैं कि वे इस समाज के सदस्य नहीं है. कार में बैठे हुए बड़े लोग उसे हिकारत से देखते हैं जैसे वह किसी दूसरी दुनिया से आया हुआ आदमी हो. नेक्स्ट, धनी लोग नहीं सोचते कि उनके चेहरों की शोभा मजदूरों के परिश्रम की देन है,
वे नहीं जानते कि उसके दम पर उनके चेहरे पर रौनक है. അപ്പോൾ ഇതാണ് ആ സെന്റൻസുകൾ വരിക. നെക്സ്റ്റ്, കവിത की कौन सी पंक्ति आपको अच्छी लगी क्यों? നിങ്ങൾക്ക് ഏത് ലൈൻസ് ആണ് ഇഷ്ടപ്പെട്ടത്, എന്തുകൊണ്ട്? ഞാൻ 2 ലൈൻ എഴുതിയിട്ടുണ്ട്, എന്തുകൊണ്ടെന്നും എഴുതിയിട്ടുണ്ട്. वह जिस दिन होश में आ जाएगा उनके साम्राज्य टच जाएंगे. ഇതിന്റെ മീനിങ്, क्योंकि सामान्य जनता ताकतवर है, उनमें कई क्षमताएं हैं, अगर वे मन लगाकर परिश्रम करें तो दुनिया भी बदलेगी. वास्तव में धनी लोग आम जनता की शक्ति को न पहचान कर उन्हें विरोध की दृष्टि से देखते हैं. ചർച്ചക്കാരിലെ 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. സമാജ് में व्यक्ति का मूल्य कैसे निर्धारित होना चाहिए. അടുത്ത ചോദ്യം, कविता में सामाजिक असमानताओं के प्रति कवि ने कौन सा विचार प्रकट किया है. ഫസ്റ്റിന്റെ ആൻസർ ആണ് പറയുന്നത്, समाज में व्यक्ति का मूल्य कैसे निर्धारित होना चाहिए. व्यक्ति के गुण जैसे ईमानदारी, सहानुभूति और सहयोग उसके मूल्य को निर्धारित करने में महत्वपूर्ण भूमिका निभाते हैं. सामाजिक कार्य, शिक्षा या कला उसके मूल्य को बढ़ाता है. व्यक्ति की नैतिकता, सामाजिक प्रभाव आदि भी मूल्य को बढ़ाता है. അടുത്ത ചോദ്യത്തിന്റെ ഉത്തരമാണ്, कविता में आदमी की स्थिति सामाजिक न्याय की कमी को दर्शा सकती है जो समाज में असमानता को बढ़ावा देती है. कविता में आदमी की पैदल यात्रा अवसरों की असमानता को दर्शा सकती है जो समाज में लोगों को आगे बढ़ने से रोकती है. हमें समाज में व्याप्त असमानताओं को समझने और उन्हें दूर करने के लिए काम करना चाहिए. നെക്സ്റ്റ്, ഒരു ലേഖനം എഴുതാനാണ്. വിഷയം സമാജ് കെ നിർമ്മാൺ में ആം ജൻ की ഭൂമിക. അതായത് നമ്മുടെ സൊസൈറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ജനങ്ങളുടെ സംഭാവന എന്താണ്, സാധാരണ ജനങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. समाज के निर्माण में आम जनता की भूमिका अत्यंत महत्वपूर्ण है. आम जनता के योगदान से ही समाज का विकास और निर्माण होता है. आम जनता सामाजिक परिवर्तन के लिए महत्वपूर्ण भूमिका निभा सकती है, जैसे कि सामाजिक न्याय, समानता और मानवाधिकारों के लिए लड़ना. सामुदायिक कार्यों में आम जनता महत्वपूर्ण भूमिका निभा सकती है, जैसे कि शिक्षा, स्वास्थ्य और स्वच्छता के लिए काम करना. कला, साहित्य और संगीत को बढ़ावा देकर सांस्कृतिक विकास में भी भूमिका निभाती है. आम जनता की भागीदारी से ही समाज में सकारात्मक परिवर्तन आ सकता है और समाज का विकास हो सकता है. आम जनता की भूमिका समाज के निर्माण में अत्यंत महत्वपूर्ण है. आम जनता को अपने अधिकारों और जिम्मेदारियों के प्रति जागरूक रहना चाहिए और समाज के विकास में योगदान करने के लिए सक्रिय ഭൂമിക നിഭാനി ചാഹിയെ. അപ്പൊ ഇത്രയുമാണ് ഈ ലേഖനം വരുന്നത്. ഇനി നമുക്ക് ഇതിലൊരു അനുബന്ധ കാര്യമുണ്ട്. मान ले सड़क से चलती दूसरी गाड़ी में बैठे हुए 2 व्यक्ति सड़क पर चलते हुए आदमी को आदर की दृष्टि से देखते हैं. उन 2 व्यक्तियों के बीच की बातचीत ലിഖ്യമാണ്. അതായത് നമ്മൾ വണ്ടിയിൽ പോവാണ്, അങ്ങനെ വണ്ടിയിൽ പോകുന്ന ആളുകൾ, 2 ആളുകൾ വണ്ടിയിൽ ഇരുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവര് റോഡിലൂടെ നടന്നു പോകുന്ന ഒരു സാധാരണ ആളെ നോക്കിയിട്ട് അയാളെ ഭയങ്കര ആദരപൂർവ്വം നോക്കുന്നുണ്ട് അല്ലെ. എന്നിട്ട് അവർ 2 പേരും തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പൊ ആ 2 പേരുടെ ഇടയ്ക്കുള്ള സംഭാഷണം, കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാനിതിൽ ഉൾപ്പെടുത്തുന്നില്ല. നിങ്ങൾക്ക് കോൺവെർസേഷൻ വേണമെന്നുണ്ടെങ്കിൽ, ഈ ബാധ്യത വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. കമന്റിലൂടെ വേണം ഒന്ന് കമന്റ് ചെയ്യുക. ലൈക്ക് ചെയ്ത് നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കോൺവെർസേഷന്റെ ക്ലാസ്സുകൾ തരുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കമന്റുകൾ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.